നമുക്ക് ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടോക്കാം കേട്ടോ. രാവിലെ തന്നെ എണീച്ചിട്ട് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ദേ അമ്മ നല്ല പത്തിരി മട്ടൻ കറിയും അതുപോലെ തന്നെ അയിലക്കറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മട്ടൻ ഞാൻ കഴിക്കാത്തതുകൊണ്ടാണ് അയിലക്കറി. പിന്നെ കഴിഞ്ഞ ദിവസം പറിച്ച് വെച്ച ചക്ക ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാട്ടോ, വെയിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ള കാര്യം. ഇത് നോക്കിയിട്ട് വേണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് കേട്ടോ. പക്ഷെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല, നല്ല ഒടുക്കത്തെ വെയിലാണ്. കുറച്ചധികം കാര്യങ്ങൾ തന്നെ ചെയ്തു തീർക്കാണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആദ്യം പോയതുണ്ടല്ലോ ബാങ്കിലേക്കായിരുന്നേ. ബാങ്കിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. കുറേ സമയം നിന്നിട്ടാട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉച്ചയായിരുന്നു കേട്ടോ. പിന്നെ നേരെ ദേ ഡെക്കാത്തലോണിലേക്ക് പോയിട്ട് അവിടുന്ന് ഇതേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ പോയത് ഗോകുലമാളിലേക്കാണ് കേട്ടോ. അവിടുന്ന് സത്യം പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ല കേട്ടോ. ഒരു സാധനം മേടിക്കാനായിരുന്നു പോയത്, അത് അവിടുന്ന് കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്തു, അവിടുന്ന് ഫുഡ് കോർട്ടിൽ കയറിയിട്ട് ഒരു ഷേക്കും കുടിച്ചിട്ട് ഇറങ്ങിയിട്ട് പിന്നെ പോയത് മിഠായി തെരുവിലേക്ക് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഈ ചേട്ടൻ മോര് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതേ ഒരു മോര് വാങ്ങിച്ച് കുടിച്ചു. അപ്പത്തേക്ക് തന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമായപ്പോൾ അടുത്തുള്ള ടോപ്പ് ഫോമിൽ കയറിയിട്ട് ഒരു ബിരിയാണി പറഞ്ഞു കേട്ടോ. അവിടെ സത്യം പറഞ്ഞാൽ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഗ്യാസിന്റെ ഷോർട്ടേജ് കാരണം, അപ്പൊ അതുകൊണ്ടാണ് ബിരിയാണി പറഞ്ഞത്. അത് കഴിഞ്ഞ് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്റ്റേഷനറി കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് ഞാൻ പരാഗി കയറി, എനിക്ക് ഒരു മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സൗത്ത് ബീച്ച് വഴിയാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ വഴി പോയപ്പോണ്ടല്ലോ എനിക്കൊന്ന് ചായ കുടിക്കണം തോന്നിയിട്ട് അങ്ങനെ ദേ അവിടെ നിന്ന് ഞാനൊരു കൂന്തൽ പറഞ്ഞു കേട്ടോ. പിന്നെ ചായ കേട്ടോ. ചായ ആണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ഫ്രഷ് ലൈമും കൂടെ പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ മെയിൻ ബീച്ചിൽ നിന്ന് കഴിക്കുന്ന കടികളെക്കാളും നല്ല ടേസ്റ്റ് ആട്ടോ ഈ സൗത്ത് ബീച്ചിൽ. അങ്ങനെ ഫുഡും കഴിച്ച് ഫുഡെല്ലാം ചായയും കുടിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണേ.